എന്തേ ഇത്ര വൈകിയത്? ഹോസ്പിറ്റലിൽ വലിയ തിരക്കായിരുന്നു. ഡോക്ടർ എന്തു പറഞ്ഞു? പേടിക്കാനൊന്നുമില്ല, എല്ലാം പെട്ടെന്ന് ശരിയാകും. ഒന്നും കഴിച്ചില്ലല്ലോ, ഞാൻ കഞ്ഞി എടുക്കാം. എനിക്ക് ക്യാൻസർ ആണല്ലേ ഡോക്ടർ? ഏയ്, പേടിക്കാനൊന്നുമില്ലെന്നേ. നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാം. ഈ റിപ്പോർട്ട് ശരിക്കും വായിക്കാനൊന്നും അറിയില്ല ഡോക്ടർ. എങ്കിലും 3rd സ്റ്റേജ് എന്നൊക്കെ കണ്ടു. കുറച്ച് കൂടുതലാണെന്നല്ലേ അതിൻ്റെ അർത്ഥം? അങ്ങനെയൊക്കെ ചോദിച്ചാൽ കുറച്ചൊക്കെ ശരിയാണ്. പക്ഷേ 3rd സ്റ്റേജിലുള്ള എത്രയോ കേസുകൾ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിനൊക്കെ കുറെ പണച്ചെലവല്ലേ ഡോക്ടർ? എനിക്കതൊന്നും താങ്ങാനാവില്ല. പക്ഷേ ജീവനല്ലേ നമുക്ക് വലുത്. നമ്മുടെയൊക്കെ ജീവന് എന്ത് വിലയാ ഡോക്ടർ? അങ്ങനെയൊക്കെ പറയാതിരിക്കൂ, നമുക്ക് വഴിയുണ്ടാവും. സ്ഥാനാർബുദം ബാധിച്ച് ഇനിയൊരു ജീവിതമില്ല എന്ന് കരുതിയിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും ഒരു പുതിയൊരു ജീവിതത്തിലേക്ക് സ്വന്തം ചിന്തകളെയും ജീവിതത്തെയും പറിച്ചു നട്ട ഒരു വ്യക്തിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. വസുമതി ചേച്ചി, നമസ്കാരം. വസുമതി ചേച്ചി, നമസ്കാരം. എനിക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞ ഒരു നിമിഷമുണ്ടല്ലോ, അത് ആ ഒരു നിമിഷത്തെ ഒന്ന് പറയാമോ എങ്ങനെയാണെന്ന്? അറിഞ്ഞ ആ നിമിഷം മറ്റൊന്നും ചിന്തിച്ചില്ല സാറേ. ഞാൻ ആത്മഹത്യ അങ്ങനെ ഒരു ഇനി ഇതിലേക്ക് ജീവിതത്തിലേക്ക് ഇല്ല. ഏതായാലും രോഗം വന്നു, അത് മരണം തന്നെയാണ്. അതുകൊണ്ട് ആത്മഹത്യ അത് തന്നെയായിരുന്നു സാറേ നിശ്ചയം. ഇപ്പോൾ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നു എന്നതാണ് ഒരു പക്ഷേ ക്യാൻസർ വരിക എന്ന് പറഞ്ഞാൽ എന്ന് ചിന്തിച്ചിരുന്ന കാലമാണ്. അതായത് നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെയും നമ്മുടെ എല്ലാ സ്വപ്നങ്ങളെയും തകർക്കുന്ന ഒരു രോഗമായിട്ടാണ് അന്ന് കണ്ടിരുന്നത് ക്യാൻസറിനെ. തിരിഞ്ഞു നോക്കുമ്പോൾ മരണം എന്ന് പറഞ്ഞിരുന്ന ഒരാളാണ് ഇനി അങ്ങോട്ട് ഓരോ ദിവസവും ഓരോ 24 മണിക്കൂറും എനിക്ക് കിട്ടുന്നത് ബോണസാണെന്ന് ചിന്തിച്ചിട്ടുണ്ട്. അതെ, ബോണസാണെന്ന് ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ മറ്റുള്ള ആൾക്ക് ഇത് അറിയിക്കണം, അതാണ് എൻ്റെ ചിന്ത. എന്ന് വെച്ചാൽ ഒരു അസുഖം അസുഖം കണ്ടെത്തുന്ന ആ ടൈമാണ് സ്വാതന്ത്ര്യം കൊടുക്കേണ്ടത്. അതെ അതെ അതെ. ഒരു നാട്ടിൻ പുറത്തുകാരിയുടെ ജീവിതത്തിൽ നിന്നും എടുത്ത ചെറിയ ഒരു ഏടാണിത്. ക്യാൻസറാണെന്നറിഞ്ഞപ്പോൾ ചികിത്സാ ചെലവുകളെ ഭയന്ന് താൻ മറ്റുള്ളവർക്കൊരു ഭാരമാവരുതെന്ന് കരുതി മരണം തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ച വസുമതി എന്ന സാധാരണക്കാരി. പക്ഷേ അവർ ആ തീരുമാനം തിരുത്തി പകരം ചികിത്സ തേടുക എന്ന ശരിയായ തീരുമാനമെടുത്തു. ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന വസുമതി ഇന്നൊരു ജ്വാലയായി പടരുകയാണ്. ഒരുപാട് പേർക്ക് തണലേകുന്ന ജ്വാല. നമുക്കവരോട് ചോദിക്കാം, അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന്, എങ്ങനെയാണവർ ഈ രോഗത്തെ നേരിട്ടതെന്ന്. അസുഖം കണ്ടെത്തുന്ന ആ ടൈമാണ് സ്വാതന്ത്ര്യം കൊടുക്കേണ്ടത്. ആ സ്വാതന്ത്ര്യം കൊടുക്കേണ്ടത് ആ ഒരു സമയമുണ്ട് അല്ലേ? കാരണം എനിക്ക് ക്യാൻസർ ആണ് എന്ന് ഏതെങ്കിലും ഒരു ഡോക്ടറുടെ മുഖത്തു നിന്നും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിപ്പോർട്ടിൽ നിന്നോ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ സമയത്ത് തകർന്നു പോകാം. അവിടെ ഒരു പിടിവള്ളി വേണം.
അസുഖാന്ന് അറിഞ്ഞപ്പോ തന്നെ എല്ലാവരും അറിയിക്കണം. നമുക്ക് വേണ്ടപ്പെട്ട എവിടുന്നൊക്കെയാണ് സഹായം വരുന്നത് പറയാൻ അതെ, ഇവിടെ സഹായത്തിന് പൈസ ഒന്നുമല്ല, മാനസികമായി സപ്പോർട്ട്. അതാണ് ആ ഒരു നിമിഷം കടന്നു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആരെങ്കിലും അറിയിക്കണം, നമ്മൾ പറയണം. ഒരാളോട് പറയാണ്ട് മൂടി വെക്കുമ്പോൾ മനസ്സ് കൂടുതൽ വീങ്ങിപ്പൊട്ടും. ക്യാൻസറിനെ കുറിച്ച് പൊതുവെ നമ്മൾ കേട്ടിരിക്കുന്ന ഓരോ സ്റ്റേജ് ഉണ്ട്. അപ്പോൾ ഏത് സ്റ്റേജിലായിരുന്നു ചേച്ചി ഉണ്ടായിരുന്നത്, അല്ല അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നോ? 3-ാം സ്റ്റേജ്. 3-ാം സ്റ്റേജിൽ രക്ഷപ്പെടാൻ പറ്റും എന്ന് കൃത്യമായിട്ട് ഡോക്ടർ പറഞ്ഞോ? അത് നിങ്ങൾ അതിന്റെ ഗ്രേഡ് പറയുന്നത് അതൊന്നും നിങ്ങൾ ചിന്തിക്കണ്ടെന്ന് പറഞ്ഞു എന്നോട്. അത് ചിന്തിക്കണം, നിങ്ങളുടെ വിഷയമല്ല അല്ലേ? നിങ്ങൾ ചിന്തിക്കേ വേണ്ടെന്ന് പറഞ്ഞു. ഈ ക്യാൻസറിന് കുറേ ട്രീറ്റ്മെന്റ് ഉണ്ടല്ലോ. പ്രത്യേകിച്ചും ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ക്യാൻസർ ബാധിച്ച സ്ഥലത്തെ എടുത്തു മാറ്റുക, അതിലുള്ള സർജറിയാണ്. അത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് കീമോതെറാപ്പിയാണ്, പിന്നെയുള്ള റേഡിയേഷനാണ്. അപ്പോൾ ഈ സ്റ്റേജിലൊക്കെ എങ്ങനെയാണ് കടന്നുപോയത്? ഞാൻ പയ്യന്നൂർ ഹോസ്പിറ്റലാണ്, പയ്യന്നൂർ സഹകരണ ഹോസ്പിറ്റലാണ് പോയത്. ഓപ്പറേഷൻ്റെ എല്ലാ ഒരുക്കങ്ങൾ കൂടി ലാസ്റ്റത്തെ മയക്കുമരുന്നിൻ്റെ മാത്രമല്ലാതെ എല്ലാ ഇഞ്ചക്ഷൻ എല്ലാം എടുത്തു കഴിഞ്ഞു. എനിക്ക് ചെയ്യേണ്ട രാകേഷ് സാർ തിയേറ്ററിലെത്തി. ഡോക്ടർക്ക് നെഞ്ചുവേദന വന്നു. ഞാൻ മയങ്ങി കിടക്കുന്നുണ്ട്. ഇപ്പുറം തിയേറ്ററിലെത്തിയില്ല, റൂമിൽ മയങ്ങി കിടക്കുന്നുണ്ട്. ഡോക്ടർക്ക് നെഞ്ചുവേദന വന്നിട്ട് പരിഹാരത്തേക്ക് കൊണ്ടുപോയി. ഒന്നും നടന്നില്ല. ഒരു മാസം വരെ കാത്തു. ഏതായാലും പിന്നീട് ഓപ്പറേഷൻ ഒരു മാസം ഈ സാറ് അവിടുന്ന് ബൈപ്പാസ് ചെയ്ത് വന്ന്. ഈ കീമോതെറാപ്പി എന്ന് പറയുന്നത് പൊതുവെ നമ്മുടെ നാട്ടിൽ വളരെയധികം പേടിപ്പെടുത്തുന്ന രീതിയിലാണ് ആൾക്കാർ ചർച്ച ചെയ്യാറ്. എന്തായിരുന്നു ബസുമതി ചേച്ചിയുടെ അവസ്ഥ? എന്തായിരുന്നു? ചില ആളോട് ചോദിക്കും, നിന്റെ മുടിയെല്ലാം പോകുന്നുണ്ടല്ലേ? അത് പോട്ടെ, ഇപ്പം ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് വന്നില്ലേ, പിന്നെന്താ എനിക്ക് മുടി കുഴപ്പമില്ല, അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു. കാണുന്നവർക്കാണ് പ്രശ്നം, നമുക്കില്ല. കാണുന്നവർ വന്നിട്ട് പരിഭവങ്ങളും പരാതികളും സങ്കടങ്ങളെല്ലാം പറയും. ഞാൻ അതിലെല്ലാം ഒന്നും ഉൾക്കൊള്ളാന്നല്ല, അവരോട് ചിരിച്ചുകൊണ്ടേ ഞാൻ ഇത് അങ്ങ് തള്ളി പറയും. ഈ കീമോതെറാപ്പി എത്ര ചെയ്തു? 11 കീമോതെറാപ്പി. അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കീമോതെറാപ്പിയിൽ നമുക്ക് ചില ഭക്ഷണങ്ങൾ പറ്റൂല എന്ന് കാരണം അങ്ങ് ഉപേക്ഷിച്ചോളാം. ഈ കീമോ അവസാനത്തെ കീമോ എത്തുമ്പോഴേക്കും ജീവിതത്തിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. പോയ മുടിയൊക്കെ കിളിർത്തു, കുറച്ച് വന്ന് മുടിയെ പറ്റിയേ എനിക്ക് പിന്നെ ഒന്നുമില്ല. ഞാൻ അതിലൊരു കറുത്തോ ടവലോ എന്തെങ്കിലും കെട്ടി ഞാൻ എനിക്ക് പോണ്ടെടുക്കെല്ലാം പോകും. വീട്ടിൽ കുത്തിയിരുന്ന് അന്നും ഇരുന്നില്ല. അന്നത്തെ ഒരു കാലത്ത് ഒരു സാമൂഹ്യമായ ഒരു കാഴ്ചപ്പാടുണ്ട്. അതായത് ഒരു ക്യാൻസർ വന്ന ഒരാൾ ഇയാൾ എങ്ങനെയാണെങ്കിൽ ജീവിച്ചിങ്ങനെ പോകുന്നത് എന്നൊരു ചോദ്യമായിരിക്കും സമൂഹം ചോദിക്കുക. അപ്പോൾ ഈ ക്യാൻസർ വന്ന ആൾക്കാരുടെ മനോഭാവം എന്തായിരുന്നു? മനോഭാവം എന്ന് വെച്ചാൽ സാറേ, ഞാൻ പറഞ്ഞില്ല, പല വിധത്തിലാണ്. എല്ലാവരും നമ്മളാരും ഉൾക്കൊള്ളുന്ന അവരെന്ത് പറഞ്ഞോട്ടെ, എനിക്ക് എന്താ പറ്റുക അത് ഞാൻ ചെയ്യും, അത്രയേ ഉള്ളൂ. ഞാൻ പുറത്തെല്ലാം ഇറങ്ങുമ്പോഴും നീ ഇങ്ങനെ പുറത്തെല്ലാം ഇറങ്ങുന്നുണ്ട്, നീ എനിക്ക് അങ്ങനെ ചോദിക്കുന്ന ആൾക്കാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, പുറത്തിറങ്ങിയാൽ എന്താ, ഇനി എന്റെ മുടിയും ഇല്ല, ഇങ്ങനെ മരുന്നും എടുത്ത് കുറച്ച് രൂപത്തിനും വ്യത്യാസം വന്നു, കുറച്ചൊരു രൂപത്തിനും വ്യത്യാസം. മുടിയെല്ലാം അങ്ങ് കഴിഞ്ഞപ്പോൾ അതൊന്നും എനിക്ക് പ്രശ്നമില്ല. വസുമതി ചേച്ചി ഇപ്പോൾ ഈ ഇരിക്കുന്ന രൂപത്തിൽ ആകുമായിരുന്നു എന്ന് ചിന്തിച്ചിരുന്ന കാലം ഇല്ലല്ലോ? ഇല്ല, ചിന്തിച്ചിട്ടില്ല. ഇതേപോലെ ഞാൻ ആത്മഹത്യ ചെയ്യണമെന്ന് തീരുമാനിച്ചുകൊണ്ട് തിയേറ്ററിലേക്ക് പോയ ആളാണ്. അതാ ഞാൻ അതന്നെ വിചാരിച്ചു പോയതാ. പക്ഷെ ഇന്ന് ഇതെന്താ എനിക്ക് പറയാനുള്ളതും ആൾക്കാരോട് പറയാനുള്ളത് ഇത് തന്നെയാണ്. ഒരിക്കലും ആ ഭാഗം ചിന്തിക്കരുത്. ഈ കണ്ണൂർ മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റിയുമായി ബന്ധപ്പെടുന്ന ഒരു അവസരമുണ്ടല്ലോ. പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിൽ ഒരു 2 കോടിയോളം ആൾക്കാരിലേക്ക് ആരോഗ്യ ബോധവൽക്കരണം എത്തിച്ച വളരെ മഹത്തായ ഒരു പ്രസ്ഥാനമാണ് കണ്ണൂർ മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റി. അപ്പോൾ ആ സൊസൈറ്റിയുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ പിന്നീട് വസുമതി ചേച്ചിക്ക് അവസരം ലഭിച്ചു. പ്രത്യേകിച്ച് അവിടുത്തെ ഫോഴ്സ് എന്ന സംഘടന ഒന്ന് പറയാമോ, എങ്ങനെയാണ് കണ്ണൂർ മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റി ബന്ധപ്പെട്ടത്? അത് എനിക്ക് എൻ്റെ ഭാഗ്യം എന്തോ ഒരു വഴിത്തിരിവായത്. ഞാൻ പേപ്പറിലാണ് അന്ന് രാംദാസ് ഡോക്ടർ വരുന്നുണ്ട്, ചക്കപ്പന് വരുന്നുണ്ട്, RCCയിലെ ഡോക്ടർ. RCCയിലാണ് എനിക്ക് എൻ്റെ മനസ്സുകൊണ്ട് ഡോക്ടർ ഒന്ന് കാണണമെന്ന് ഞാൻ ഓർത്ത്. എൻ്റെ മൊത്തം ഇനി ഒന്നും കൂടി നോക്കാം, ഡീറ്റെയിൽസ് എല്ലാം നോക്കാം, എന്ത് ചെയ്യണം. അതിലിടയിൽ അവരുടെ ടെലിമെഡിസിൻ അതിൽ ഗംഗാധരൻ ഡോക്ടറുമായിട്ട് സംസാരിച്ചു. അങ്ങനെ സംസാരിച്ചു. അതെല്ലാം കൊണ്ട് ഞാൻ ഗംഗാധരൻ സാറുമായിട്ട് ഫോണിലേക്ക് കൂടി സംസാരിച്ചു. മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റിയിൽ എത്തുമ്പോഴേക്കും ഈ രോഗം വിമുക്തി നേടിയതില്ലേ? എല്ലാം കഴിഞ്ഞു. ഈ കീമോയും കഴിഞ്ഞ് പിന്നെ ഈ റേഡിയേഷനും കഴിഞ്ഞ ശേഷം എത്ര കാലത്തിന് ശേഷമാണ് ഇവിടെ എത്തുന്നത്? ഒരു 3-3.5 വർഷത്തിന് കഴിഞ്ഞു. അപ്പൊ ഇവിടെ അസുഖമില്ല എന്ന് അറിഞ്ഞിട്ട് പിന്നെ എന്തുകൊണ്ടാണ് മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റിയിൽ എത്തിയത്? അതാണ് മനസ്സിന്റെ ഒരു പ്രശ്നമാണ്. എനിക്ക് ഈ രാംദാസ് സാറിനെ ഒന്ന് കാണണമെന്നുള്ള ഈ ഒരു കാരണത്തിലാണ്. 3 മാസം കൊണ്ട് ഇവിടെ വരുന്നത് അറിയാം. അങ്ങനെ വന്നു കണ്ടു. അങ്ങനെ അപ്പൊ പിന്നെ
ശോഭച്ചിനെ കണ്ടു. അന്ന് ശോഭച്ച അവിടെ ഉണ്ടായിരുന്നു. അന്നേരം പറഞ്ഞു ഇതുപോലെ ക്യാൻസർ വിമുക്തിയായ ഒരാളാണ് അത് ശോഭച്ചി. ശോഭച്ച ഒരുപാട് കൂട്ടായ്മ കണ്ടു. കണ്ടു. യോഗ ചെയ്യുന്നുണ്ട്. അപ്പൊ നീ വരുമോടിന്ന് ചോദിച്ചു. ഞാൻ വരാന്ന് പറഞ്ഞു. അത് പിന്നെ അവിടെയാണ് മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റിയിൽ എത്തിപ്പെട്ട ശേഷമാണ് ശോഭയെ കുറിച്ച് പറഞ്ഞു, പത്മിനിയെ കുറിച്ച് പറഞ്ഞു, പ്രേമജയെ കുറിച്ച് പറഞ്ഞു. ഇങ്ങനെ കുറെ ആൾക്കാർ അവിടെ വരുന്നു. അപ്പൊ ഈ ക്യാൻസർ വിമുക്തി നേടിയ ക്യാൻസർ വിന്നേഴ്സ് നമ്മൾ പറയാം, ക്യാൻസറിന് ജയിച്ച പൊരുതി തോൽപ്പിച്ച ആൾക്കാർ. അപ്പൊ അവരുടെയൊക്കെ ഒരു കൂട്ടായ്മ അവിടെ ഫോഴ്സ് എന്നൊരു സംഘടന അല്ലെ, എന്താ ഫ്രണ്ട്സ് ഫോർ ക്യാൻസർ കെയർ എന്ന് പറയുന്ന സംഘടന, അത് മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റിയിൽ രൂപീകരിച്ച ശേഷം ആണ് ഒരുപക്ഷെ നിങ്ങൾക്ക് മറ്റൊരു ജീവിതം എന്ന് പറയുന്നതിൻ്റെ ഒരു അത്ഭുതകരമായ ഒരു മാറ്റം നിങ്ങൾക്കുണ്ടായത്. പ്രത്യേകിച്ചും നിങ്ങൾ അവിടെ കാണുന്ന സ്ഥാനാർബുദം മാത്രമല്ലല്ലോ, എല്ലാ തരത്തിലുള്ള ക്യാൻസർ രോഗികളെയും നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇവരൊക്കെ ഇപ്പം ഒന്ന് സംസാരിക്കാൻ പറ്റാത്തവർ, നമ്മളെ അന്നനാളത്തിൽ പ്രശ്നങ്ങളുള്ള ആൾക്കാർ, മണിമണിയായി സംസാരിക്കുന്നു അവരൊക്കെ. അപ്പൊ ഇതൊക്കെ സാധിച്ചത് യോഗ കൊണ്ടാണ്. അത് യോഗ എങ്ങനെയാണ് സഹായിച്ചത്? ജീവിതത്തിൽ ഒരുപാട് എന്ന് വെച്ചാൽ മാനസികമായിട്ട് ഞാൻ ഉറപ്പിച്ചു പറയാം, മാനസികമായിട്ട് നല്ല മാറ്റാണ്. അതെ, യോഗ ചെയ്യുന്നുണ്ട്. കഠിനമായ യോഗ ചെയ്യാതെ പറ്റാവുന്ന യോഗ, അത് പത്മനാഭ സാറും ദീപ്തി മേഡവും അതേത് വിധത്തിലാണ് നമുക്ക് വേണ്ടത് അത് കൃത്യമായി പറഞ്ഞു തരും. ഈ ഫോഴ്സ് എന്ന സംഘടന, അതായത് ക്യാൻസർ വിന്നേഴ്സ് ആയിട്ട് നിങ്ങൾ മാറുകയും നിങ്ങൾ അതിന്റെ സംഘടനയുടെ ഒരു ആളായി മാറുകയും ചെയ്യുന്നത് ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ്. കാരണം വെച്ചാൽ നിങ്ങളുടെ ജീവിതം മറ്റൊരു കേൾക്കണം. ഓരോ വീട്ടും മുറ്റത്തും ഈ ക്യാൻസർ ബോധവൽക്കരണം യജ്ഞം അവരെത്തിച്ചു, അവരുടെ പ്രവർത്തനങ്ങളെ ആ രീതിയിൽ വ്യാപിപ്പിച്ചു, ഒരുപാട് പേരെ ക്യാൻസറിൽ നിന്നും രക്ഷപ്പെടുത്തിയിരിക്കുന്നു. ക്യാൻസർ സൊസൈറ്റിയിൽ ഞാൻ എത്തിക്കഴിഞ്ഞതിന് ശേഷം കൂത്തുപറമ്പിൽ ഒരു മുനിസിപ്പാലിറ്റിയിൽ വെച്ചിട്ട് ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു, ബ്രിഗേഡിയർ എന്നും പറഞ്ഞിട്ട്. അതിൻ്റെ എൻ്റെ വാർഡിൽ എന്ന് വെച്ചാൽ ഒരു 3 വാർഡ് അടങ്ങി. അവിടെ എല്ലാവരുടെയും ഞാൻ നോട്ടീസ് കൊടുക്കുകയും അവരെ സംശയം കൊണ്ട് വെച്ച് സംശയം ഉണ്ടെന്ന് പറയുമ്പോൾ ഒരു പറ്റാവുന്ന ആളെല്ലാം അവിടെ എത്തിക്കുകയും ചെയ്തു. അവിടെ നിന്ന് കുറച്ചാൾ അതെ, അതിലൊരാള്. പിന്നെ ഇപ്പൊ 1-2 ആൾക്ക് വന്നിട്ടുണ്ട് എൻ്റെ വീട്ടിൻ്റെ അടുത്ത്. അപ്പോഴും ഞാൻ അടുത്ത് പോകുമ്പോൾ ഇല്ലടി, ഇന്നെ കണ്ടപ്പോൾ എനിക്ക് പേടിയൊന്നുമില്ല, നീ ഇങ്ങനെ എണീറ്റ് നടക്കുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. ഇന്നെ വന്നിട്ട് കാണാൻ വന്നപ്പോൾ ഞാൻ നീ ഇങ്ങനെയൊന്നും എല്ലായിരുന്നു ഇപ്പൊ ഇത്ര നടക്കുന്നുണ്ട്, എനിക്ക് പേടിയില്ലടി എന്ന് പറഞ്ഞിട്ട് RCCയിൽ പോയിട്ട് ഓപ്പറേഷൻ ചെയ്ത ആളെ ഇപ്പോൾ ഇരിക്കുന്നുണ്ട്. ഈ ക്യാമ്പിലൊക്കെ എങ്ങനെയൊക്കെയാണ് ആൾക്കാർ വരുന്നത്? ആൾക്കാർ സംശയങ്ങൾ ചോദിച്ചാണല്ലോ, കാരണം ഒരു ക്യാൻസർ വന്ന് വിമുക്തി നേടിയ ഒരാളാണ് സംസാരിക്കുന്നത്. അപ്പോൾ കൂടുതൽ വിശ്വാസം ഉണ്ടാവും. അപ്പൊ എങ്ങനെയൊക്കെയായിരുന്നു ഇത്, എത്രത്തോളം അപകടകരമാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിച്ചോണ്ട് സംശയങ്ങൾ ഉള്ള ആള് പേടിച്ചിട്ട് വരുന്നില്ല സാറേ. ഞാൻ 10-15 പ്രാവശ്യം ഫോൺ ചെയ്തിട്ടും വാ ഞാൻ വീട്ടിലേക്ക് വണ്ടി വിട, അത്രത്തോളം അവർ ആ സംശയം തീർക്കണം. അല്ല നേരത്തെ കണ്ടിട്ട് ഇത് മാറൂല. അപ്പൊ ഞാൻ പറഞ്ഞു സംശയം ഇനി അത് രോഗാന്ന് നീ കണക്കിലെടുക്കണം, നിങ്ങൾ കണക്കിലെടുക്കണ്ട, ഒരു ടെസ്റ്റ് ചെയ്ത ധൈര്യത്തിൽ ജീവിക്കാം, ഉണ്ടെങ്കിലല്ലേ ചികിത്സ തേടണ്ടോ, അല്ലാതെ നോക്കണ്ടല്ലോ. ഇവിടെയുള്ള ഫോഴ്സ് എന്ന സംഘടനയിലാണ് ഇപ്പോഴേ ക്യാൻസർ വന്ന ശേഷം ക്യാൻസർ വിന്നർ ആയിക്കൊണ്ട് ഫോഴ്സിലാണ് ഇപ്പോൾ ബസ്മ ചേച്ചി പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇത് ഏതൊക്കെ സമയങ്ങളിലാണ് ഈ പ്രവർത്തനം നടക്കുന്നത്? മാസത്തിലൊരു പ്രാവശ്യം യോഗക്ക് പത്മനാഭ സാറും ദീപ്തി മേഡവും വരും. അപ്പം ഞങ്ങൾ എല്ലാവരും ഒത്തുകൂടും. മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾ ഹോസ്പിറ്റലിൽ ഉണ്ടെങ്കിൽ അപ്പം വിളിക്കും. ആ സമയത്ത് ഒന്നെങ്കിലും ഹോസ്പിറ്റൽ തന്നെ വിളിക്കണ്ട, ഞങ്ങൾ സംഘടനയിലുള്ള പരസ്പര ആൾക്കാർ, പ്രേമജ അല്ലെ ശോഭേച്ചി അല്ലെങ്കിൽ നാരായണ മാഷ, അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് കാര്യങ്ങൾ പറയും. അപ്പോൾ അവിടെ എന്തുണ്ടെങ്കിലും ഞങ്ങൾ അവിടെ എത്തും. ഈ മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റി കണ്ണൂർ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ കണ്ടെത്തുക എന്നുള്ളത് തന്നെ. ഈ ഒരു 2011 കണ്ടെത്തി എന്ന് പറഞ്ഞു. അപ്പൊ അതിനും തൊട്ട് മുമ്പേ എന്തെങ്കിലുമൊക്കെ ലക്ഷണം കാണുമല്ലോ? ഉണ്ട്. ലക്ഷണം ബ്രസ്റ്റിനൊരു മുഴ തന്നെ ഉണ്ടായിരുന്നു. ആ മുഴയുള്ളപ്പോഴേ അത് ഫീൽ ചെയ്തു എപ്പോഴും ഇങ്ങനെ അത് ചിലപ്പോ അത് വളരുന്നുണ്ടോ ഞാൻ നോക്കിക്കൊണ്ടേയിരിക്കും. ഇത് പക്ഷെ നേരത്തെ കണ്ടെത്തിയാൽ 100% ചികിത്സിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഒരു വർഷം ഒന്ന് കുറച്ച് ഈ മരുന്നുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട 1 വർഷം, പിന്നെ ഒരു പ്രശ്നമില്ല. അതിപ്പോ നമുക്കൊരു കാല് എല്ല് പൊട്ടി അത്രേ ഉള്ളൂ. ഏത് രോഗം വന്നാലും നമ്മൾ കിടക്കുന്ന സമയത്ത് കുറച്ച് കിടക്കേണ്ടി വരും, അത്രയും. അതിലപ്പുറം ഇത് രോഗമായി കാണുകയേ വേണ്ട. ചേച്ചി എത്ര കാലം കിടന്നു? ഈ കിടന്നിട്ടില്ല കഥാ പറയേണ്ടത്. ഓരോ കീമോ ചെയ്താലും ഒരു 4-5 ദിവസം അത്ര ബുദ്ധിമുട്ടുണ്ട്. പിന്നെ എനക്കില്ല, പിന്നെ പല ആൾക്ക് പല വിധാണ്. അതെ. ഈ സമൂഹത്തോട് വസുമതി ചേച്ചി ഇപ്പോൾ ആൾക്കാർ പറയാണ് എനിക്ക് ക്യാൻസർ ആണ് എന്ന് തുറന്നു പറയുകയാണ്, അത് വിളിച്ചു പറയുകയാണ്. അപ്പൊ ഈ വിളിച്ചു പറയാനുണ്ടായ ഒരു ധൈര്യം ഉണ്ടല്ലോ, പലർക്കും അത് മൂടിയൊക്കെയാണ് ചെയ്യുക. കാരണം ചില ആൾക്കാർ ചിന്തിക്കുന്നത് ഒരു വീട്ടിൽ
ക്യാൻസർ ഉണ്ടെങ്കിൽ പരമ്പരാഗതമായിട്ട് ക്യാൻസർ ഉണ്ടാകാം, അപ്പോൾ അതുകൊണ്ട് മറ്റുള്ള ആൾക്കാർക്കും ക്യാൻസർ പിടിപെടാം, അങ്ങനെ സമൂഹം ചിന്തിക്കും എന്നൊക്കെ ധരിക്കുന്ന ഒരു മാനസികാവസ്ഥ ഒരു പക്ഷേ ഇപ്പോഴും ഉണ്ടായിരിക്കാം. ഈ വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് സാറേ കൂടുതൽ വിദ്യാഭ്യാസമുള്ള സമൂഹം ശ്രദ്ധിക്കേണ്ട ഒരു വലിയ വിഷയമാണ്. വിദ്യാഭ്യാസമുള്ളവർക്കാണ് ഏറ്റവും അധികം പിന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എന്നുള്ളത് കാണുന്നത്. അത് ശരിക്കും സത്യമാണ്. എന്താണെന്ന് വെച്ചാൽ ഞാനൊരു മാഷ പരിചയപ്പെട്ടു, ചൊവ്വക്കുള്ള ഒരു മാഷ പരിചയപ്പെട്ടു. മാഷ ഒരാളോടും പറയുന്നില്ല വയറ്റിലാന്ന് ക്യാൻസർ, വയറ്റിലായിട്ട് മലദ്വാര അടക്കം ക്യാൻസർ വന്ന് മൂടി, എന്നിട്ട് പോയില്ല. നാട്ടിലുള്ള മരുന്ന് എന്തെല്ലോ കുടിച്ച് കുറച്ച് ഹോമിയോ മരുന്ന് എടുത്ത് ഒന്നും ആയില്ല. അവസാനം ഞാൻ ഇതേപോലെ രാമദാസ് സാറിനെ കാണാൻ പോയാൽ അവിടെ വന്നത്. അപ്പം ഞാനിങ്ങനെ എല്ലാവരോടും ഒന്ന് അടുത്ത് പഴകുമല്ല അവർക്ക് മനസ്സിലാകുക നമ്മളെന്ന് വെച്ചാൽ ഞാൻ അവർ സാറിനോട് ചോദിച്ചു, റിട്ടയർ ചെയ്ത സാറാണ്. ഇല്ല മോളെ നീ ആരോടും പറയല്ലേ, എനിക്കിത് അഞ്ഞ് പുറത്തേ പറയണ്ട, ഞാൻ ഒരു സംശയം ഡോക്ടറോട് ചോദിക്കാൻ പറഞ്ഞത് രാമദാസ് സാറിന്, അതും ചെക്കപ്പൊന്നുമില്ല, എനിക്ക് എന്തെല്ലാമെന്നൊന്നും അറിയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അല്ല സാറേ നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങളൊരു വിദ്യാഭ്യാസമുള്ള ആളല്ലേ, അതിന് ചെയ്യേണ്ടത് എന്താ ചെയ്യുക, അതിലപ്പുറം വേറെ ചിന്തകളും ബാക്കിയുള്ള മരുന്ന് നിങ്ങൾ എപ്പം മെഡിക്കലും കഴിച്ചാൽ ഇല്ല. അപ്പടെ അവിടെ നിന്ന് ചങ്ങനാശ്ശേരി പോയി കുറേ ആളെടുക്കെ പോയി. ഇപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോഴും സമൂഹത്തിലുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള പരിപാടികൾ നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്നത് തന്നെ ഇതുപോലുള്ള അപകടങ്ങളിലേക്ക് പോകരുത് എന്നൊരു സന്ദേശം കൊടുക്കാം. നിങ്ങളുടെ ജീവിതം തന്നെയാണ് സന്ദേശം. പൊതുവെ ക്യാൻസർ വന്നാൽ എല്ലാവരും മൂടിയൊക്കെയാണ് ചെയ്യുക, പക്ഷേ ചേച്ചി അതല്ല ചെയ്തത്. അതുകൊണ്ട് തന്നെ ചേച്ചി വളരെ കൃത്യമായൊരു ഒരു മാതൃകയാണ്. നമുക്ക് ഇനിയുള്ള നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേർ ഇത്തരത്തിൽ ശരീരത്തിൽ, പ്രത്യേകിച്ചും സ്ഥാനാർബുദത്തിൻ്റെ കേസാണെങ്കിൽ ചെറിയൊരു മുഴ കണ്ടാൽ തന്നെ അത് എത്രയും പെട്ടെന്ന് കണ്ണൂർ മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റി പോലുള്ള സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ചും ഇഷ്ടംപോലെ സൗകര്യങ്ങളുള്ള ഒരു സ്ഥാപനത്തിൽ തന്നെ പോയി നേരത്തെ കണ്ടെത്തുക എന്നുള്ളത്, അങ്ങനെ കണ്ടെത്തണം എന്നൊരു സന്ദേശമാണ് ചേച്ചി കൊടുത്തിരിക്കുന്നത്. ഇതല്ല അത് സമൂഹത്തിന് കൊടുത്തിരിക്കുന്ന സന്ദേശം ചെറുതല്ല, എന്തുകൊണ്ടും വളരെ ശ്ലാഘനീയമായ പ്രവർത്തനമാണ് ഒരു ക്യാൻസർ വിന്നർ എന്ന നിലയിൽ വസു ചേച്ചി നടത്തിയിരിക്കുന്നത്. എല്ലാവിധ ആശംസകളും. ക്യാൻസർ എന്നാൽ മരണമല്ല, ഒരു രോഗം മാത്രമാണെന്ന വലിയൊരു സന്ദേശമാണ് ഈ ജീവിതകഥ നൽകുന്നത്. അത് ഒട്ടേറെ പേർക്ക് ആശ്വാസവും രോഗത്തെ പൊരുതി തോൽപ്പിക്കാനുള്ള കരുത്തും നൽകും.